വീഡിയോ കാണിച്ചാൽ ഞങ്ങൾ കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അത് ഫുള്ളാക്കിയിട്ടില്ല. അപ്പം രണ്ടാമത്തെ ആഴ്ചയായിട്ട് ഞാനും അപ്പച്ചനും പോയി. അപ്പോൾ അവിടെ കടയിൽ ചെന്നപ്പോൾ മൾട്ടിവുഡ് കയറ്റാമെന്ന് ചെന്നപ്പോഴേക്കും ഓട്ടോക്കാരൻ കിട്ടില്ലെന്ന് തോന്നി. കടക്കാരൻ തന്നെ കെട്ടുമെന്ന് പറഞ്ഞാൽ നിർബന്ധം ഉണ്ടാകണം. അങ്ങനെ ശരിക്കും പറഞ്ഞാലേ ജെബിനെ കിട്ടിയാൽ മതി. മണിയില്ലെങ്കിൽ ജെബിനെ കിട്ടിയാൽ അവിടെ ഞാനും കൂടിയാണ് എവിടെയെങ്കിലും ഷീറ്റടിക്കണേ. മണിയിൽ അടിയിൽ നിന്ന് നോക്കി പറയാൻ മാത്രമേ ഉള്ളൂ. മഴയും പെയ്യണ്ടേ. അപ്പം മഴയുമ്പോൾ കഴിയുന്നു. അപ്പുറത്ത് ഒഴിഞ്ഞ വശത്തേക്ക് അവിടെ ഷീറ്റ് ഇടണമെന്ന് വെച്ച് ആദ്യം വേണ്ടെന്ന് വെച്ച്. അപ്പോൾ അവിടെ പിന്നെ രണ്ടാമത് റൂഫ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ അനിയനും കൂട്ടുകാരനൊക്കെ വരാൻ ഷീറ്റ് കെട്ടാൻ വേണ്ടി ഷീറ്റ് അടി തുടങ്ങാം. നമ്മളെ ടൈറ്റ് ഷീറ്റാണ്. അപ്പോൾ ചിലപ്പോൾ ചവിട്ടുമ്പോൾ ചിലതൊക്കെ ചളങ്ങുന്നുണ്ട്. അതായത് ഗാഡി അങ്ങനത്തെ ടൈപ്പാണേ. അലുമിനിയം സിങ്ക് അങ്ങനെ കൂടിയ ടൈപ്പാണത്. അപ്പോൾ നോക്കി ചവിട്ടണം. അതാണ് ചിലത് ചളക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അഴിച്ചു തുടങ്ങി. അപ്പോൾ അതാണ് നോക്കിയെന്ന് ഞാൻ ചെയ്യണത്. പിന്നെ ഇങ്ങനത്തെ ഇതായതുകൊണ്ട് പിന്നെ അതേ നമുക്ക് റിസ്ക് ഇല്ലേ. തട്ടിൻ്റെ മേളിലാണല്ലോ. അപ്പോൾ താഴെ ഒരാൾ, പിന്നെ അതിൻ്റെ മേളിൽ ഞാനും, പിന്നെ അപ്പച്ചൻ, അതിൻ്റെ മേളിൽ ജീവി. അങ്ങനെ പണി തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും അടിക്കാൻ തുടങ്ങി. ഞാൻ ഒരു സൈഡ് കമ്പത്തടിച്ച് ചേർത്ത് അങ്ങനെ തീർത്തവന്. അപ്പോൾ അപ്പച്ചൻ്റെ ഷീറ്റൊക്കെ ആയിട്ട് കയറണം. അപ്പോൾ ഭിത്തിക്ക് പെയിൻ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞേച്ച്. അപ്പോൾ ആ വശത്ത് ഞങ്ങൾ ഷീറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ഷീറ്റ് ഇടണമല്ലോ. അപ്പോൾ അത് അത്ര ഭാഗം പെയിൻ്റ് അടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഷീറ്റ് ഇട്ട് ഞങ്ങൾ കയറി നിൽക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ പെയിൻ്റ് അടിപ്പിക്കാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകണേ ഒരാഴ്ചയായി. ഞാനപ്പം കൂടി വീട്ടിലോട്ട് ബസ്സിനാണ് പോണത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്ന സീനാണ്. ബസ് 5 മണിയാകുമ്പോൾ വരുമെന്ന് വെച്ച്. അടുത്ത ഞങ്ങൾ ബസ്സിൽ കയറി അടുത്തത് കോട്ടയം പോകണം. പിന്നെ ഞങ്ങൾ ബൈക്കിന് വരാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബൈക്കിന് തന്നെ 2 വീലറിന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ കട, അതാണ് ഞങ്ങളുടെ കട. ഇത് ഞങ്ങളുടെ താമസ റൂമിലോട്ട് പോണേ, താമസിക്കാനുള്ള. വഴിയൊക്കെ അങ്ങോട്ട്. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടാന്ന്. രാത്രിയാകുമ്പോഴേ കൂരിട്ടായിക്കോളൂ. ആ വീഡിയോ ലാസ്റ്റ് ഇടാട്ടോ, ഇപ്പോഴല്ല, ഇതെല്ലാം കഴിയട്ടെ. റൂഫിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ടേ പറ്റുമെങ്കിൽ എടുക്കാൻ കാണിച്ചില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ആയിക്കോളൂ. ഇപ്പോൾ കാണുന്ന പോലെ വിളിച്ചോല്ലോ. നമ്മുടെ രാത്രിയാകുമ്പോഴേക്കും നല്ല കൂരിട്ടെന്ന് പറഞ്ഞാൽ കൂരിട്ട ഒരു ടോർച്ചിനെ വെളിച്ചത്തിലേ കത്തുള്ളൂ. ചിലപ്പോൾ ഒരു ബൾബ് ഉണ്ടെങ്കിൽ കത്തും, അല്ലെങ്കിൽ കത്തൂല. ഇത് ഞങ്ങളുടെ വീടെത്താറ. ഇതിലാ കാണുന്ന ഞങ്ങളുടെ വീട്, വെള്ള പെയിൻറ്റ് ഞങ്ങൾ താമസിക്കണം. ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ്. അപ്പം ഞങ്ങൾ ഓട്ടോയ്ക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും വണ്ടിക്ക് വന്ന് അവനും ഇതുപോലെ വണ്ടിക്ക് വന്ന് സൂര്യൻ ഇതേപോലെ നമ്മൾ അവിടെ ഷീറ്റ് അടി തുടങ്ങി. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് രാത്രിയൊക്കെ വീട്ടിൽ ലൂഡോ ബോർഡ് കളിയുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ രാവിലെ പണി തുടങ്ങി. നേരത്തെ കാണിച്ചാണ് എന്നാലേ പാട്ടിലിങ് ഫുള്ളും അടിച്ച് ചേർത്തില്ല. അപ്പോൾ ഓരോ പാട്ടിലിങ് അടിച്ചുകൊണ്ടിരിക്കുകയും മൾട്ടിവുഡ് വെച്ച സീൻ കണ്ടല്ലേ. ഏറ്റവും ടോപ്പിൽ അവിടെ ഇടയ്ക്ക് മൾട്ടിവുഡ് വെക്കണമെന്ന് പറഞ്ഞു. പിന്നെ മൾട്ടിവുഡ് വെച്ചെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സൈഡിലൊക്കെ മൾട്ടിവുഡ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇവിടുത്തെ സാറ് വന്നിട്ട് പറഞ്ഞ്
രണ്ട് സൈഡും പാത്തിക്കളം പൊക്കണമെന്നുണ്ട്. പാത്തിക്കളം വെക്കാൻ വേണ്ടി അത് അഴിക്കണേ മൾട്ടിപ്ലൈ അഴിച്ച് അത് ക്ലാമ്പ് വെക്കാനുള്ള പരിപാടിയാണ്. ആദ്യം ക്ലാമ്പ് വേണമെന്ന് വെച്ചാൽ പിന്നെ രണ്ടാമത് പറഞ്ഞ് വന്നിട്ട് പിന്നെ ക്ലാമ്പ് വേണമെന്നുണ്ട്. അപ്പോൾ ചേട്ടൻ കെട്ടി ക്ലാമ്പ് അടിക്കണം അവിടെ. ആദ്യം ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ വേണമെന്നില്ല, ഇത്ര ഓപ്പൺ ഉണ്ട്, അപ്പോൾ വെള്ളം അവിടെ താഴ്ത്തി വീഴും എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം വേണമെന്ന് വെച്ചത്. ഇപ്പോൾ ഷീറ്റ് തെറിച്ച് ഭിത്തി തിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞാൽ രണ്ട് സൈഡും വെച്ച് പോകണം. ഇപ്പോൾ അപ്പുറത്ത് മൾട്ടിപ്ലൈ അഴിക്കണം ഞാനപ്പോൾ ചൂണ്ടി. മൾട്ടിപ്ലൈ ചെയ്യണ്ടേ നിലയൊക്കെ ഞങ്ങൾ മൾട്ടിപ്ലൈ വെച്ച് കഴിഞ്ഞെങ്കിൽ അടിയിലൊക്കെ ഗ്യാപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലഗ് അടിച്ച് കയറ്റി പിന്നെ പുട്ടിയാക്കി കയറ്റി കൊണ്ടിരിക്കുമ്പോൾ എടുക്കുക. അപ്പം എൻ്റെ കൈയും കീറിയേ. അപ്പോൾ സ്റ്റിച്ചിട്ട് ഒരു 6 സ്റ്റിച്ചുണ്ട്. പിന്നെ ഇവിടെ ഗ്രൈൻഡറിൽ കട്ട് ചെയ്യുമ്പോഴേക്കും തരിയുണ്ട്, ആ തരിയൊക്കെ ബ്രഷിനെ അടിച്ചു വേണേ, അല്ലെങ്കിൽ തുരുമ്പ് കയറുവേ. കത്രിക കട്ട് ചെയ്യാന്ന് വെച്ചാൽ കത്രികക്ക് കട്ടിങ്ങുള്ളതുകൊണ്ടേ നടക്കണം. അപ്പോൾ ഈ ഗാഡിയുള്ള കട്ടിങ്ങുള്ള നടക്കണം. അപ്പോൾ ഗ്രൈൻഡർ കട്ട് ചെയ്യണം. വട്ടം കട്ടിങ്ങൊക്കെ കത്രിക കട്ട് ചെയ്യും. പിന്നെ നിലയ്ക്കിട്ട് പാത്തിയിട്ട് പാത്തിലൂടെ ചങ്ങല പിടിപ്പിക്കണമെന്ന് വെച്ച് അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത്, ഇപ്പോഴല്ല കേട്ടോ. അപ്പോൾ നിലയ്ക്കിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പുള്ളി എന്തായാലും പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞ് ചങ്ങല കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചങ്ങല ഇടുന്ന സീനിൽ ലാസ്റ്റ് കാണിച്ചുതരാം. അന്നേരം നിലയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മൾട്ടിയുടെ അടിയിലൊക്കെ സീലിംഗ് പോലെ ചെയ്യാണ്ട് ഏറ്റവും അടിയിൽ ഇതേപോലെ 3 ഇഞ്ച് വീതിക്ക് അറ്റം വരെ അടിക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കട്ട് ചെയ്ത് ഇങ്ങനെ പിടിപ്പിക്കണം. അപ്പോൾ താഴത്തേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മൾട്ടിവിടെ ഇട്ട് ഞങ്ങൾ തന്നെ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തേ. പിന്നെ ഷീറ്റിങ് ഒരു തോതിങ്ങിൻ്റെ വീഡിയോ കാണിച്ചു തരാം. മേഴുന്നുള്ള വീഡിയോ. അപ്പോൾ ഏകദേശം നമ്മൾ ഒതുങ്ങി. പിന്നെ മൊത്തമായിട്ടുള്ളത് ചേട്ടാ അപ്പുറത്തുനിന്ന് സൈഡൊക്കെ അത് ചാട്ട് കുറവാണ്. അപ്പോൾ അത് അത്തരം ചാട്ടം വേണമെന്നില്ല. ആ സൈഡൊക്കെ അടി ഷീറ്റുണ്ട്. അവിടെ ഈ ബാക്ക് സൈഡ് കുറേ കട്ടിങ്ങാണേ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട്, നല്ല രസമുണ്ട്. എൻ്റെ സാധാ ഓട് പോലെ അല്ല ഇത് മറ്റേ വാട്ടർ അതിൻ്റെ സൈഡാണ്. പിന്നീട് മതിയെന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പിന്നെ മതിയെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത് ഞങ്ങൾ ഇത് കയറ്റാൻ ഞാൻ പറഞ്ഞേ ചങ്ങല കേട്ടോ നിലയ്ക്ക് കൊണ്ടുപോയി ഇതുപോലെ പിടിപ്പിച്ച് ഒരു കണക്കിന് പിടിപ്പിച്ച് പറഞ്ഞു. ഷീറ്റിന് മേളിൽ ഒരു വടി കുത്തി നല്ല ലെങ്ത് ഉണ്ട്. ഷീറ്റിന് മേളിൽ വെച്ചിട്ടും ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് നോക്കി. കപ്ലിങ് അതിൽ വെച്ചിട്ട് ടൈറ്റാക്കി വേണ്ടി പശയൊക്കെ വെച്ചിട്ട് മുട്ടിയപ്പോൾ സാധനം പോയി. അത് ഇത്ര ലെങ്ത് ഉണ്ടേ. ഒരു ജൈപ്പില് ഭയങ്കര വൈബ്രേറ്റ് പോകണം. ഇനി അത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി ബോൾട്ട് തട്ടിക്കൊടു. ആ മതി പിടിച്ചോ പശോട്ടെ. ഒരു 2 മിനിറ്റോളം വെച്ച് പിന്നെ അതിനപ്പോഴേക്കും ഞാനേ അത് ഊരി കഴിഞ്ഞപ്പോൾ പേടിയാണ്ട് ഒരു ബോൾട്ട് അടിക്കണമെന്നൊക്കെ പറഞ്ഞു. കയ്യെത്തോ ഞങ്ങൾ ചെയ്ത സീൻ കണ്ടോട്ടെ. ഇനി പയ്യെ എടുത്തടാ. എന്നാൽ പയ്യെ ലൂസാക്കിടാ. പയ്യെ ചങ്ങനെ മുട്ടത് പയ്യെ ലൂസാക്കി. ലൂസാക്ക് പയ്യെ അടി മാറ്റി ചങ്ങനെ പൊട്ടിപ്പോരുത്. പയ്യെ ധൃതി പിടിക്കണ്ട. പയ്യെ ഒഴുക്കാൻ മതി. ഒഴുത്ത് ചങ്ങനെ ഉടക്ക അവിടെ അപ്പുറത്ത് ഉടക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടുപോയി മാറാൻ നിൽക്കണ്ടേ. ഊരിക്കോളാൻ പറഞ്ഞു. പയ്യെ ഇളക്കല്ലേ പയ്യെ നിൽക്ക് പിടിച്ചെടുക്കണ്ടോ പറയുന്നത്. അപ്പൻ്റെ കൈ വയ്യാന്ന് പൊക്കെ ഞാൻ കൈ പിടിച്ചു നോക്കി. അതുപോലെ നോക്കിയിട്ട് ഇപ്പം രണ്ടാം തേങ്ങ നോക്കിക്കോട്ടെ. അന്ന് വെച്ചപ്പോൾ ഡ്രില്ലിന് കമ്പിക്ക് നീളം കൊണ്ടായിരുന്നു. അപ്പോൾ നീളം കൂട്ടി വേറെ പൈപ്പിലോട്ട് നീളം കൂട്ടി കെട്ടി.
ഇട്ടിട്ട് ഡ്രില്ലടിക്കാൻ കൊണ്ടുവന്നപ്പോൾ അത് ചേട്ടനെ പിടിച്ച് വലിക്കുമ്പോൾ കറങ്ങാണ്ട് കാരണം മേക്കപ്പ് പറഞ്ഞേ റിവേഴ്സാണ്. അത് റിവേഴ്സാന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ കൺട്രോളും പോയി. അത് റിവേഴ്സാ ആ പിന്നെ റിവേഴ്സ് മാറ്റി ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്മാനെ എന്നൊക്കെ പറഞ്ഞു. കൊണ്ട് വെച്ചിട്ട് വലിക്കണം നീ നോക്കോട്ടെ. ആ ചേട്ടനെ പിടിച്ച് അതിലാണ് ഓണം ഓഫ് അതിലാണേ വലിച്ച ഓണം കഴിയിട്ട് ഓഫ് ആവും. ഓക്കെയാണ് അല്ല ഓക്കെ. ഇനി ബാക്ക് സൈഡിലുള്ള വ്യൂ അത് ആദ്യം അവിടെ നിന്ന് എടുത്തത്, അറ്റത്തു നിന്നാണ് വ്യൂ എടുത്തത്. ഇതിപ്പോൾ ബാക്ക് സൈഡ് വാട്ടർ ആകിൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കുന്ന വ്യൂ. പൊളിയല്ല വെച്ചാനേ വാട്ടർ ആങ്ങിൻ്റെ സൈഡിലെ ഷീറ്റൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഗ്രേ കളറാണ്, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പുള്ളിക്ക്. സൈഡ് ബാക്ക് സൈഡല്ലേ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ വാതിക്കലും ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാതിക്കലും ഫോണി എടുക്കുന്ന വീടിൻ്റെ വാതിക്കലും. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വാതിക്കൽ വെച്ച് എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കണേ. അപ്പച്ചനുണ്ടേ ഇതിനിപ്പോഴേക്കും വീട്ടിൽ ചെന്നിട്ട് അവിടെ അമ്മച്ചായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വീടിൻ്റെ വാതിക്കുന്ന ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഇനി ഒരു ട്രിപ്പ് കൂടെ ഉണ്ട്, അതായത് 2 ദിവസത്തെ പണി കൂടെ ഉണ്ട് കോട്ടയത്തേക്ക്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞാൻ അപ്പച്ചനും മാത്രം തിരിച്ച് വീണ്ടും വരുന്നതായിരിക്കും.